ഹായ് ഹലോ. മീനിൻ്റെ ചെതുമ്പലൊക്കെ മാറ്റിയെടുക്കുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണല്ലേ, പ്രത്യേകിച്ചും ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവർക്ക്. നമ്മൾ മീനൊക്കെ വാങ്ങിക്കൊണ്ട് വന്ന് ചെതുമ്പലൊക്കെ മാറ്റിയെടുക്കുമ്പോഴേക്കും നമ്മുടെ കിച്ചൺ സിങ്ക് മൊത്തവും ചെതുമ്പലൊക്കെ തെറിച്ച്, അതുപോലെ തന്നെ നമ്മൾ ഇട്ടിരിക്കുന്ന ഡ്രസ്സിലും ഒക്കെ ആയിട്ട് ആകെ തന്നെ പണി കിട്ടാറുണ്ടല്ലേ. അങ്ങനെയുള്ളവർക്കൊക്കെ വളരെ എളുപ്പത്തിൽ നമ്മൾ കത്തിയോ കത്രികയോ ഒന്നും യൂസ് ചെയ്യാണ്ട് ഈസി ആയിട്ട് മീനിൻ്റെ ചെതുമ്പലൊക്കെ കളഞ്ഞിട്ട് ക്ലീൻ ചെയ്തെടുക്കുന്ന വീഡിയോ ആണിന്ന്. ഈ ഒരു രീതിയിൽ നമ്മൾ കുക്കിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള തുടക്കക്കാർക്ക് വരെ ഈസി ആയിട്ട് മീനൊക്കെ കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. തുടക്കക്കാർക്കെന്നല്ല, നമുക്ക് കുഞ്ഞു കുട്ടികൾക്ക് വരെ വളരെ ഈസി ആയിട്ട് കൈ മുറിയുകയോ അല്ലെങ്കിൽ പിറത്തൊക്കെ ചെതുമ്പൽ തെറിക്കുകയോ ഒന്നും തന്നെ ചെയ്യാണ്ട് ഈസി ആയിട്ട് ഈ ഒരു രീതിയിൽ നമുക്ക് മീൻ ക്ലീൻ ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഏകദേശം 1 കിലോ മത്തി എടുത്തിട്ടുണ്ട്. അതിലേക്ക് നല്ല പോലെ നിൽക്കത്തക്ക രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കണം. നമ്മളിങ്ങനെ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പം പെട്ടെന്ന് തന്നെ നമുക്ക് ചെതുമ്പലൊക്കെ മാറ്റിയെടുക്കാനായിട്ട് പറ്റും. ഇനി നമ്മൾ ചെതുമ്പൽ മാറ്റിയെടുക്കാനായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കത്തിയോ കത്രികയോ ഒന്നും അല്ല യൂസ് ചെയ്യുന്നത്. ഇതുപോലെ നമ്മുടെ വീട്ടിൽ കളഞ്ഞിരിക്കുന്ന ഒരു കുപ്പിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇന്ന് നമ്മൾ ഈ പ്ലാസ്റ്റിക് കുപ്പി ഉപയോഗിച്ചിട്ടാണ് മീൻ ക്ലീൻ ചെയ്തെടുക്കുന്നത്. ഈ ഒരു രീതിയിൽ നമ്മൾ ക്ലീൻ ചെയ്തെടുക്കുമ്പോൾ ചെതുമ്പൽ നമ്മുടെ പിറത്തോ അതുപോലെ തന്നെ കിച്ചൺ സിങ്കിലോ ഒന്നും തന്നെ തെറിക്കുകയില്ല. ചെതുമ്പൽ മൊത്തം കുപ്പിക്കുള്ളിലാവുകയാണ് ചെയ്യുന്നത്. അതിനായിട്ട് നമുക്ക് ആദ്യം ഈ കുപ്പി ഒന്ന് കട്ട് ചെയ്തെടുക്കണം. കുപ്പിയുടെ ഈ താഴ്ഭാഗത്തുനിന്ന് കുറച്ചൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അതിനായിട്ട് നമുക്ക് നമ്മുടെ നൈഫ് ഒന്ന് ചൂടാക്കിയതിന് ശേഷം കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഈ ഒരു രീതിയിൽ നമുക്ക് എത്ര കിലോ മീനാണെങ്കിലും നിമിഷ നേരം കൊണ്ട് തന്നെ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും. നമ്മുടെ കൈ മുറിയുമോ എന്നുള്ള ഭയമോ ഒന്നും തന്നെ വേണ്ട. പ്രത്യേകിച്ച് നമ്മുടെ മക്കൾക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ അവർക്ക് വളരെ സന്തോഷമാവും ഇങ്ങനെയൊക്കെ ഒന്ന് മീൻ കട്ട് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ അതേ ഞാൻ ആ കുപ്പിയുടെ അടിഭാഗം ഇത്രയും ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് മീനിൻ്റെ ചെതുമ്പലൊക്കെ മാറ്റി ക്ലീൻ ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. ഈ രീതിയിൽ നമുക്ക് മത്തി മാത്രമല്ല കേട്ടോ, ഏത് മീനിൻ്റെയും ചെതുമ്പലൊക്കെ മാറ്റി ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇനി നമുക്ക് കട്ട് ചെയ്തെടുത്ത് ആ കുപ്പിയുടെ അടിഭാഗം ഉപയോഗിച്ചിട്ട് മീൻ എങ്ങനെയാണ് ക്ലീൻ ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് നമ്മൾ ആ കട്ട് ചെയ്ത കുപ്പിയുടെ അടിഭാഗം ഒന്ന് പ്രസ് ചെയ്ത് കഴിയുമ്പം അകത്തേക്കൊന്ന് ഫോൾഡ് ആവും. അതിനുശേഷം മീനിൻ്റെ വാലിൻ്റെ ഭാഗത്തുനിന്ന് ഇതുപോലെ ഒന്ന് ആക്കി കൊടുത്താൽ മാത്രം മതി. അപ്പം നമ്മുടെ ചെതുമ്പൽ മുഴുവൻ കുപ്പിക്കുള്ളിലേക്ക് ആയിക്കൊള്ളും. നിങ്ങൾക്ക് ഞാൻ പറയുന്നതിനേക്കാൾ കുറച്ചും കൂടെ ഈസി ആയിട്ട് വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാവുമെന്ന് കരുതുന്നു. അതേ നോക്കിയാൽ നമ്മുടെ ചെതുമ്പലൊക്കെ കുപ്പിക്കുള്ളിൽ തന്നെ ആയിട്ടുണ്ട്. ഇങ്ങനെ നമ്മൾ ക്ലീൻ ചെയ്തെടുക്കുമ്പോൾ കിച്ചൺ സിങ്കിലോ കിച്ചൺ സ്ലാബിലോ ഒന്നും തന്നെ ചെതുമ്പൽ തെറിക്കുകയില്ല. വളരെ ഈസി ആയിട്ട് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാനും പറ്റും. സാധാരണ നമ്മൾ കത്തി ഉപയോഗിച്ചിട്ട് ക്ലീൻ ചെയ്തെടുക്കുന്നതിലും വളരെ എളുപ്പമാണ് ഈ ഒരു രീതിയിൽ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട്. മാത്രമല്ല, ഇത്തരത്തിലുള്ള ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഐഡിയകളാകുമ്പോൾ നമ്മുടെ മക്കളും മീനൊക്കെ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് നമുക്കൊപ്പം കൂടും. അത് നമുക്ക് ഭയങ്കര ഒരു സന്തോഷമുള്ളൊരു കാര്യമല്ലേ. അപ്പോൾ നിങ്ങൾ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് തീർച്ചയായും ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായം പറയണം. ഒപ്പം തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കുമൊക്കെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യണം. തീർച്ചയായും ഇത് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഐഡിയയാണ്. ഇനി നമുക്ക് ആ മീനിൻ്റെ തലഭാഗമൊക്കെ ഒന്ന് നല്ലതുപോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നത് എങ്ങനെയാണെന്ന് കൂടി ഞാൻ കാണിച്ചു തരാം. ഇനി നമുക്ക് മീനിൻ്റെ തല ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് ഇതുപോലെ അതിൻ്റെ ചെകിളയുടെ ഭാഗം ഒന്ന് വിടർത്തിയതിന് ശേഷം കൈ ഉപയോഗിച്ച് തന്നെ നമുക്ക് പിച്ചി കളയാവുന്നതാണ്. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് കൈ ഉപയോഗിച്ചിട്ട് ക്ലീൻ ചെയ്തെടുക്കാം. അതിന് ശേഷം ഇതുപോലെ മീനിൻ്റെ കുടലും എല്ലാം നമുക്ക് കൈ ഉപയോഗിച്ചിട്ട് വളരെ ഈസി ആയിട്ട് തന്നെ റിമൂവ് ചെയ്ത് കളയാവുന്നതാണ്. ഇത്രയേ ഉള്ളൂ കേട്ടോ, വളരെ സിമ്പിളായിട്ട് നമ്മൾ ക്ലീൻ ചെയ്തെടുത്തില്ലേ. ഈ ഒരു രീതിയിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്കായാലും കൈയൊക്കെ മുറിയാതെ വളരെ ഈസി ആയിട്ട് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ കുക്കിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളവർക്ക് മീനൊക്കെ ക്ലീൻ ചെയ്തെടുക്കുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അവർക്കൊക്കെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയാണ്. ഞാൻ ഇതിനു മുമ്പ് വേറൊരു രീതിയിൽ നൈഫൊന്നും യൂസ് ചെയ്യാതെ മീൻ ക്ലീൻ ചെയ്യുന്നൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കണ്ടിട്ടില്ലാത്തവർ തീർച്ചയായും കണ്ടു നോക്കണം. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. ഇനി നമുക്ക് വാലിൻ്റെ ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാൻ നൈഫ് യൂസ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഫ്രൈ ഒക്കെ ചെയ്യുകയാണെങ്കിൽ വാലോട് കൂടി തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. അത് കറി വെക്കാനായിട്ട് ഞാൻ എടുക്കുന്നത് കൊണ്ടാണ് വാലിൻ്റെ ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്ക് ഈ ഒരു രീതിയിൽ മൊത്തം മീനും ഞാനൊന്ന് ക്ലീൻ ചെയ്തെടുത്ത് കാണിച്ചു തരാം. വളരെ ഈസിയാണ് കേട്ടോ, നിമിഷ നേരം കൊണ്ട്, ഞാൻ ഈ പറയുന്നതിനേക്കാളും വളരെ ഈസിയാണ്. നിമിഷ നേരം കൊണ്ട് തന്നെ ക്ലീനായി കിട്ടും. എന്ന് മാത്രമല്ല, ക്ലീനിങ് കഴിഞ്ഞിട്ടുള്ള ഒരു നമ്മുടെ കിച്ചൺ സിങ്കും അതുപോലെ തന്നെ കിച്ചൺ സ്ലാബും ഒക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കുന്ന ഒരു കാര്യമുണ്ടല്ലോ, അതൊക്കെ നമുക്ക് വളരെ ഈസിയാണ്. കാരണം ഈ ഒരു രീതിയിൽ ചെയ്യുമ്പോൾ നമ്മുടെ കിച്ചൺ സിങ്കിൽ ഒന്നും തന്നെ ചെതുമ്പൽ തെറിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ഭാഗങ്ങളൊക്കെ ക്ലീൻ ചെയ്തെടുക്കാനും വളരെ ഈസി ആയിട്ട് കഴിയുന്നതാണ്.
ഇനി ഞാൻ മൊത്തം മീനും ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം കാണിച്ചു തരാം. മീനിൻ്റെ ചെതുമ്പൽ കളയുന്നത് പോലെ തന്നെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് മീനിൻ്റെ ഉളുമ്പ് ചവ മാറ്റിയെടുക്കാനായിട്ട്. അതിന് സാധാരണ നമ്മൾ ഉപ്പോ അല്ലെങ്കിൽ വിനാഗിരിയോ ഒക്കെയാണ് യൂസ് ചെയ്യുന്നത്. ഇന്ന് ഞാൻ അതൊന്നും യൂസ് ചെയ്യാതെ വേറൊരു രീതിയിലാണ് മീനിൻ്റെ ഉളുമ്പ് മണം മാറ്റിയെടുക്കുന്നത്. അപ്പോൾ ഞാനിത് മൊത്തമായിട്ടൊന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം മീനിൻ്റെ ഉളുമ്പ് മണം എങ്ങനെയാണ് മാറ്റിയെടുക്കുന്നതെന്ന് കൂടി ഒന്ന് കാണിച്ചു തരാം. ഇതേ ഇപ്പം നമ്മൾ മൊത്തം മീനും കുപ്പി ഉപയോഗിച്ചിട്ട് തന്നെ ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഉളുമ്പ് മണം എങ്ങനെയാണ് മാറ്റിയെടുക്കുന്നതെന്ന് നോക്കാം. മത്തിയുടെയൊക്കെ ആണെങ്കിൽ നല്ല പോലെ തന്നെ അതിന് ഉളുമ്പ് മണം ഉണ്ടാവും. അതൊക്കെ നമുക്ക് വളരെ ഈസി ആയിട്ട് മാറ്റിയെടുക്കാനായിട്ട് പറ്റും. ഇന്ന് ഞാൻ അതിനായിട്ട് എടുത്തിരിക്കുന്നത് മൈദയാണ്. ഒരു 2 ടേബിൾ സ്പൂണോളം മൈദയാണ് ഞാൻ ഈ കറിച്ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. മൈദ ഉപയോഗിച്ചിട്ട് നമ്മൾ നെത്തോലി ആയാലും അതുപോലെ തന്നെ ചാള മത്തിയൊക്കെ ക്ലീൻ ചെയ്തെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അതിൻ്റെ ഉളുമ്പ് മണം മാറിക്കിട്ടും. സാധാരണ നമ്മൾ ഉപ്പോ അതല്ലാന്നെങ്കിൽ വിനെഗറോ ഒക്കെ ഉപയോഗിക്കുന്നതിനേക്കാളും വളരെ എഫക്റ്റീവായിട്ടാണ് എനിക്ക് മൈദ ഉപയോഗിച്ചിട്ട് ഈ ഉളുമ്പ് മണം മാറ്റിയെടുക്കുന്നത് തോന്നിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുത്ത മീൻ കറിച്ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ കൈ ഉപയോഗിച്ച് 2-3 പ്രാവശ്യം ഒന്ന് കറക്കിയെടുത്തിട്ട് 1-2 വെള്ളത്തിൽ കഴുകിയെടുക്കുകയാണെങ്കിൽ നല്ല പോലെ തന്നെ നമ്മുടെ മീനിൻ്റെ ഉളുമ്പ് മണം മാറിക്കിട്ടുമെന്ന് മാത്രമല്ല അതിൻ്റെ ആ ഒരു ബ്ലഡിൻ്റെയൊക്കെയുള്ള ചെവയും അതൊക്കെ തന്നെ പെട്ടെന്ന് പോയി കിട്ടും. ഇനി ഞാനിത് 1-2 വെള്ളത്തിൽ കൂടി കഴുകിയതിന് ശേഷം നിങ്ങൾക്ക് കാണിച്ചു തരാം എത്രത്തോളം നമ്മുടെ മീൻ ക്ലീനായി കിട്ടിയിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ മീനിൻ്റെ ചെതുമ്പലൊക്കെ കുപ്പിയിലാക്കുന്ന ഈ ഒരു സൂത്രം നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെട്ടില്ലേ? ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ മറക്കില്ലല്ലോ. ഒപ്പം തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം. തീർച്ചയായും ഒരുപാട് പേർക്ക് ഉപകാരപ്രദമാവും. അപ്പം അടുത്ത യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോയിൽ കാണുന്നവരേക്കും ടേക്ക് കെയർ. ബൈ ബൈ.